മറ്റു വാർത്ത ആലപ്പുഴയിൽ നിന്നാണ്. കെ.സി. വേണുഗോപാൽ എംപിയുടെ പേരിൽ സമൂഹമാധ്യമത്തിൽ വ്യാജ അക്കൗണ്ട് സൃഷ്ടിച്ച് തട്ടിപ്പിന് ശ്രമം. ഫേസ്ബുക്കിൽ കെ.സി. വേണുഗോപാലിന്റെ ഫോട്ടോ ഉപയോഗിച്ച് വ്യാജ പ്രൊഫൈൽ സൃഷ്ടിച്ചായിരുന്നു തട്ടിപ്പ്. പാർട്ടി പ്രവർത്തകരും പൊതുജനങ്ങളും ഉൾപ്പെടെ നിരവധി ആളുകൾക്ക് എംപിയുടെ പേരിൽ നിന്നെന്ന വ്യാജേന സന്ദേശമയച്ചു. അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് എംപിയുടെ ഓഫീസ് പോലീസിന് പരാതിയും നൽകി. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ശരണ്യ, ഇത് ഒരു എം പി, വളരെ പ്രധാനപ്പെട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഇങ്ങനെ അക്കൗണ്ട് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടോ? രഞ്ജിത്ത്, നിരവധി പേർക്കാണ് കെ.സി. വേണുഗോപാൽ എംപിയുടെ പേരിലുണ്ടാക്കിയ വ്യാജ അക്കൗണ്ടിൽ നിന്നും റിക്വസ്റ്റുകൾ പോയിരിക്കുന്നതും ഒപ്പം തന്നെ മെസ്സേജുകൾ പോയിരിക്കുന്നതും. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഇന്നലെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം കൂടിയായ ശരത്ചന്ദ്രനാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ശരത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് ഇപ്പോൾ ഈ സംഭവത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. തീർച്ചയായും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു ഗൗരവകരമായ കാര്യമാണ്. കാരണം വളരെ അധികം ആളുകളുമായി ബന്ധമുള്ള ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തിന്റെ പേരിലാണ് ഇത്തരത്തിലൊരു വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കുകയും ആളുകൾക്ക് മെസ്സേജ് പോവുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ തന്നെ ആദ്യം മെസ്സേജിലൂടെ ആളുകളെ പരിചയപ്പെടാനാണ് ശ്രമിക്കുന്നത്. കെ.സി. വേണുഗോപാൽ ആണ്, എം പി ആണ് എന്ന് പറഞ്ഞിട്ടാണ് ആ മെസ്സേജ് പോയിരിക്കുന്നത്. അതിന്റെ സ്ക്രീൻഷോട്ടുകളും അദ്ദേഹം പരാതിയിൽ നൽകിയിട്ടുണ്ട്. അത് പ്രകാരം അതിൽ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, കെ.സി. വേണുഗോപാൽ ആണെന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനുശേഷം ഫോൺ നമ്പർ ആവശ്യപ്പെടുകയും പിന്നീട് ഫർണിച്ചർ ബിസിനസ് അടക്കമുള്ള ചില കാര്യങ്ങൾ അതിനകത്ത് അതിനു വേണ്ടി റെഫർ ചെയ്യുകയും ചെയ്യുന്നതായിട്ടാണ് എം പി റെഫർ ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഫേസ്ബുക്ക് വഴി പിന്നീട് വാട്സപ്പിലേക്കും ഇൻവിറ്റേഷൻ പോകുന്നതായാണ് കണ്ടിട്ടുള്ളത്. ഇത്തരത്തിൽ പാർട്ടി പ്രവർത്തകർക്കും സാധാരണ ജനങ്ങൾക്കും അടക്കമുള്ള നിരവധി ആളുകൾക്ക് ഈ മെസ്സേജ് ലഭ്യമായിട്ടുണ്ട്. തുടർന്നാണ് ഇപ്പോൾ അത് ഗൗരവത്തോട് കാണുകയും 2 ദിവസമായി ഇത്തരം ഒരു അക്കൗണ്ടും അതിന്റെ പുറകെ പോകുന്ന മെസ്സേജുകളെ സംബന്ധിച്ചും ഇവർക്ക് വിവരം ലഭ്യമായിട്ടുള്ളത്. തുടർന്ന് ഇന്നലെയാണ് ശരത്ത് പോലീസിന്, ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആലപ്പുഴ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് സാഹചര്യം. ഏതായാലും കെ.സി. വേണുഗോപാൽ എം പിയുടെ ഇത് ഒരുപാട് പേർക്ക് റിക്വസ്റ്റ് പോയിട്ടുണ്ടോ ശരണ്യ? സാധാരണ നമ്മൾ ഈ ഫേസ്ബുക്കിൽ സാധാരണ സംഭവിക്കുന്നൊരു കാര്യമാണ്. അതിനപ്പുറമുള്ളൊരു ഗൗരവം ഇതിന് കൽപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? ഈ ആദ്യം ഈ പറഞ്ഞതുപോലെ റിക്വസ്റ്റ് ചെയ്യുക, അത് അക്സെപ്റ്റ് ചെയ്താൽ പിന്നെ പണം ചോദിക്കുക, ഹൗ ആർ യു എന്നാണ് ആദ്യത്തെ ചോദ്യം. ഇത് നമുക്ക് പലർക്കും അനുഭവമുള്ളതാണ്. സമാനമായ തട്ടിപ്പാണോ? പിന്നീട് അത് വാട്സപ്പിലേക്കും ഇൻവൈറ്റ് ചെയ്യുന്നതായാണ് കാണുന്നത്. അത്തരത്തിൽ ആദ്യം മെസ്സഞ്ചറിൽ മെസ്സേജുകൾ വരുന്നു. എം പി കെ.സി. വേണുഗോപാൽ പ്രൊഫൈൽ പിക്ചറായി ഉപയോഗിച്ചിരിക്കുന്നത് കെ.സി. വേണുഗോപാൽ എം പിയുടെ ചിത്രം തന്നെയാണ്. ഒപ്പം ഈ അതിൽ നിന്നും കെ.സി. വേണുഗോപാൽ ആണ്, എം പി ആണ് എന്ന് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് മെസ്സേജ് ഈ ആളുകൾക്ക് എത്തുന്നത്. രാഷ്ട്രീയ പ്രവർത്തകർക്കും മറ്റ് സാധാരണ ജനങ്ങൾക്കും ലഭ്യമാകുന്നുണ്ട്. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു മെസ്സേജ് എത്തിയതിനു ശേഷം ഈ ഫോൺ നമ്പർ ആവശ്യപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. ഫോൺ നമ്പർ ആവശ്യപ്പെട്ടതിന് ശേഷം പിന്നീട് ഇത്തരത്തിലുള്ള ചില ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഇത് പ്രോഡക്റ്റുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് വാട്സപ്പിൽ നിന്ന്, മെസ്സഞ്ചറിൽ നിന്ന് പിന്നീട് വാട്സപ്പിലേക്കും ഇൻവൈറ്റ് ചെയ്യപ്പെടുന്നതായാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത് എം പിയുടെ ഓഫീസ് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. കാരണം അദ്ദേഹത്തെ പോലെയുള്ള ദേശീയ തലത്തിലുള്ള ഒരു ജനപ്രതിനിധിയിൽ നിന്നുമാണ് ജനപ്രതിനിധിയുടെ പേരിലാണ് ഇത്തരം ഒരു ഫേക്ക് അക്കൗണ്ട് സൃഷ്ടിക്കപ്പെടുകയും മെസ്സേജ് പോയിക്കൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ റെസ്പോണ്ട് ചെയ്യുന്നതും കെ.സി. വേണുഗോപാൽ ആണ് എന്നുള്ള രീതിയിലാണ്. ഈ ഒരു മെസ്സേജ് വരുമ്പോൾ സ്നേഹജനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും കെ.സി. വേണുഗോപാൽ എം പിയുടെ പേരിലും തട്ടിപ്പ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത.